യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. രണ്ടാമത് ശങ്കരങ്ങൾ പറഞ്ഞത് ഹേമേന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ അച്ഛനോട് സംസാരിച്ചപ്പോ അച്ഛൻ പേടിച്ചു വന്നു. എനിക്കിനി ധൈര്യമായി കേറിച്ചെല്ലാം, എന്നെ ഇനി തള്ളി പറയില്ലെന്നുമാണ്. അതെന്ത് രഹസ്യമായിരിക്കും? എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നാടകം കളിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയെല്ലാം കരുതലോടെ മുന്നോട്ട് നീക്കണം. എന്തായാലും നാളെ അയാളെ ചെന്ന് കാണാം. ബാക്കി കാര്യം ചെന്നിട്ട് തീരുമാനിക്കാം. ഹാപ്പി ബർത്ത്ഡേ. ആർക്ക് ഹാപ്പി? എന്റെ എല്ലാ ഹാപ്പിയും പോയില്ലേ? എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? എല്ലാം മതിയായില്ലേ? ഈ കുടുംബത്തിലുള്ള എല്ലാരെയും തമ്മിലടിപ്പിച്ച് ഉണ്ടായിരുന്ന ബന്ധങ്ങളും ഇല്ലാതാക്കി ഇപ്പതെ ഇങ്ങനെ താടിക്ക് കൈയും കൂടെ തിരിക്കുകയാണല്ലേടി. നീയും ആ പ്രിയം കൂടി ചെയ്തതിനൊക്കെ എവിടെ പോയി പ്രായച്ചിത്തം ചെയ്യുവടി? ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു പോകുന്ന വഴി ശരിയല്ല ശരിയല്ല എന്ന്? കേട്ടോ? കേട്ടില്ല. എന്നിട്ടെന്തായി? ചെയ്യാവുന്ന സകല ദുഷ്ടതരവും ചെയ്തു എന്ന് മാത്രമല്ല, ബാക്കിയുള്ളവരെ എനിക്കെതിരെ തിരിക്കുകയും ചെയ്തു. വസന്തേട്ടൻ, ശവത്തിൽ കുത്തരുത്. ഞാൻ വല്ലതും ചെയ്തു പോവും. ഒരു മനസ്സമാധാനം കിട്ടാതിരിക്ക. ആരെ വിശ്വസിക്കണം അവിശ്വസിക്കണമെന്ന് അറിയില്ല. നീ ആരെയും വിശ്വസിക്കണ്ട. ആ പ്രിയെ മാത്രം വിശ്വസിച്ചാ മതി. അവള് പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് നല്ലവരായ ഈ കുടുംബത്തിലെ സകലരുടെയും ഹൃദയത്തിൽ ആഴത്തിൽ കുത്തി മുറിവേൽപ്പിച്ചിട്ട് ഇപ്പോ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ടെന്ന് ആലോചിച്ചിരിക്കുകയാണല്ലേടി. കൊള്ളാം. എടി കള്ളി, നീയും ആ പ്രിയം കൂടി ഈ വീട്ടിൽ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകൾക്ക് വല്ല അന്തമുണ്ടാ? ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? നല്ലവരായ മാധുരി ചേച്ചി, അർജുൻ, പൂജ, അഖില്, സ്നേഹ, അങ്ങനെ കണ്ണി കണ്ട എല്ലാരെയും അകറ്റി. എന്തിന്? ആ പൂജയെ വിഷം കൊടുത്തു കൊല്ലാൻ. പിന്നെ വെടിമരുന്ന് കൊണ്ട് കണ്ണുപൊട്ടിക്കാൻ നീ കാണിച്ച മിടുക്കുണ്ടല്ലോ, അതെന്തായാലും ഒരാൾക്ക് മറക്കാൻ കഴിയില്ല. പൂജയുടെ ദൈവഭാഗ്യം കൊണ്ടും അവള് മറ്റുള്ളവർക്ക് നൽകുന്ന സ്നേഹത്തിന് കലർപ്പില്ലാത്തത് കൊണ്ടും ദൈവം അവളെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി. ഇതെല്ലാം ദൈവം കാണുന്നുണ്ടെന്ന് ഓർത്തോ? നീ ഇതിനെല്ലാം അനുഭവിക്കും. എനക്കറിയോ, നമ്മുടെ കൊച്ചിന് ഇതിനെല്ലാം ശാപം കിട്ടും. ഇനിയൊന്നും പറയരുത്. എന്റെ മാനസിക നില ആകെ തെറ്റിയിരിക്ക. പ്രിയ എന്നോട് ചെയ്ത പാതകങ്ങൾക്ക് ശിക്ഷ ഞാൻ എന്തായാലും കൊടുക്കും. ചിലപ്പോ ഞാൻ അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചേക്കും. അപ്പൊ ഇടയ്ക്കേറാൻ വന്നേക്കരുത്. നീ അതും ചെയ്യൂന്ന് എനിക്കറിയാം. അവളും നീയും കൂടെ ചേർന്ന് ഈ വീട്ടിൽ കാട്ടിക്കൂട്ടിയതൊക്കെ എന്തെല്ലാമാണ്? കൊലപാതകവും കൊട്ടേഷൻ കൊടുക്കലും എല്ലാം. ഇനി ചെയ്യാൻ എന്തിരിക്കുന്നു? ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും മുന്നിൽ വെറും പൊട്ടനായിട്ട് എത്ര കാലം ഞാൻ ജീവിച്ചെന്നറിയോ? എല്ലാം നീ കാരണം. എന്റെ അച്ഛന്റെ അമ്മയുടെ സ്നേഹം പോലും നീ എനിക്ക് നിഷേധിച്ചു. അതിനെനിക്ക് കൊടുക്കേണ്ടി വന്നത് എന്റെ അച്ഛന്റെ ജീവനാ. പൂജ അർജുനും എന്റെ കണ്ണു തുറന്നതുകൊണ്ട് പെറ്റമ്മയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടി. സ്വന്തം ചോരയിൽ പിറന്ന നിന്റെ മകളെ പോലെ സ്നേഹിക്കേണ്ട പൂജയോട്
നീ ചെയ്ത ദ്രോഹങ്ങളുടെ പ്രതിഫലം നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്താടേ ഇതിന് മറുപടിയില്ലേ? അല്ലെങ്കിൽ കഴുത്തിന് ചുറ്റും നിനക്ക് നാളാണല്ലോ. എന്തായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നീയും നിന്റെ വയസ്സിൽ തള്ളയും കൂടെ കാട്ടിക്കൂട്ടിയത്? തന്ത ഏതെന്നറിയാത്ത ഏതോ അവിഹിതമായി പിറന്ന പിച്ചക്കാരിയുടെ കുഞ്ഞായ ആ പ്രിയ എന്ന പിശാചിനെ ഒക്കത്തിരുത്തി ലാളിച്ചിട്ട് ഇപ്പൊ നിനക്ക് മുട്ടിപ്പോയി എന്തെങ്കിലും പറയടി. അവക്ക് വിലപിടിപ്പുള്ള എന്തൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം. പ്രിയ പാറവള പവിത്രന്റെ മകള് തന്നെ, യാതൊരു സംശയവും വേണ്ട. ഏതോ ഒരുത്തന്റെ വഴി കിടന്ന കൊച്ചിനെ എടുത്ത് അലുക്കുട്ടി, കൊച്ചുകുട്ടി, എന്റെ മോള് എന്നൊക്കെ പറഞ്ഞു കൊണ്ടു നടന്നിട്ട് ഇപ്പൊ വാവിട്ട് പോലും നിലവിളിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഇരിക്കല്ലേ. എടി നിനക്കൊക്കെ പോയി ചത്തൂടെ? നിന്റെ തള്ള ആ ഡാഹിനി അമ്മുമ്മ എന്താ ഇപ്പൊ ഒന്നും പറയുന്നില്ലേ? വീണ്ടും അവളെ വിളിച്ച് കയറ്റിയിട്ടുണ്ടല്ലോ. എന്താ പരിപാടി? ഞങ്ങൾക്കൊക്കെ വിഷം തന്നു കൊല്ലാനാണോ? പറയടി. ഇനി വല്ലതും പറഞ്ഞ നിങ്ങളെ കൊല്ലും, ഞാനും ചാവും. ഞാൻ പലവട്ടം പറഞ്ഞു എനിക്കൊരു തെറ്റ് പറ്റിപ്പോയിന്ന്. ആ തെറ്റ് ഞാൻ തിരുത്തും. നോക്കിക്കോ, അതൊക്കെ ഓർത്ത് നിങ്ങൾ പശ്ചാത്തപിക്കും. കൊന്നുകളയും ഓടി. വേഷങ്ങൾ ജന്മങ്ങൾ, വേഷം മാറാൻ നിമിഷങ്ങൾ, നമ്മളറിയാതാടുകയാണ് ജീവിത വേഷം. ഓടി നീ. ബന്ധുവാര് ശത്രുവാര്, ബന്ധത്തിൻ നോവറിയും കളിവിടെ പറയൂ. അവളെ അങ്ങനെ വിട്ടുകൂടാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളെ പിന്നിൽ നിന്ന് കുത്തിയത് എന്നെയാണ്. ഞാൻ ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കണം. ജീവനോട് അവളെ വീട്ടിൽ നിന്ന് പുറത്തു പോവില്ല. അവളെ ചെയ്ത ഓരോന്നിനും ഞാൻ പകരം ചോദിക്കും. അവൾ എന്നെ അങ്ങനെ പറ്റിച്ചിട്ട് സുഖമായി ജയിലിൽ കിടന്നുറങ്ങണ്ട. അവളെ ഒരു നിയമത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല. അവൾക്കുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കും. അവളെ സുഖമായി ജയിലിൽ പോയാ എനിക്ക് ഈ വീട്ടിലെ യാതൊരു വിലയുണ്ടാവില്ല. എല്ലാവരാലും അവഗണിക്കപ്പെട്ട് ഒരു മൂലയിൽ ഒതുങ്ങാൻ എൻ്റെ വിധി. അതിനുള്ള കാരണക്കാരിയെ ഞാൻ വെറുതെ വിടില്ല.